ഒരു ദിവസം നമ്മൾ ഒരു 1 hour കൂടുതൽ മൊബൈൽ ഫോൺ അവർക്ക് കൊടുക്കാറില്ല, കാര്യമില്ല. ഇനി കുട്ടികളിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് കുട്ടികൾ അറിയേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പറയും കുട്ടികളോട് നിങ്ങളിപ്പോൾ ഇത് ഷെയർ ചെയ്യേണ്ട. ഞങ്ങളിത് 21ാമത്തെ വർഷമാണ്. പ്രൈവറ്റ് മേഖലയിൽ ആദ്യമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ടൻസി കോഴ്സ് കൊണ്ടുവന്ന ആളാണ് IIT. +2 ഡിഗ്രി പഠനത്തിന് ശേഷം നമ്മൾ ഉപരിപഠന സാധ്യതകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന കോഴ്സുകളാണ് CA, CMA, ACCA, CMA US എന്നിവയൊക്കെ. ഈ കോഴ്സുകൾക്ക് കോച്ചിങ് നൽകാനായിട്ട് കേരളത്തിൽ ആദ്യമായി തുടങ്ങിയ റെസിഡൻഷ്യൽ ക്യാമ്പസാണ് IIT പ്രൊഫഷണൽ ക്യാമ്പസ്. 21 വർഷം വിജയകരമായി പൂർത്തീകരിച്ച ഈ ഒരു ക്യാമ്പസ് പ്രവർത്തിക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ്. ഇവരെയൊക്കെ പോലെ CA, CMA, ACCA തുടങ്ങിയ കോഴ്സുകൾ വിജയകരമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേയേറെ പ്രത്യേകതകൾ അത് ഈ ഒരു സ്ഥാപനത്തിനുണ്ട്. അപ്പോൾ അതുകൂടി അറിയാൻ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ ഈ കോഴ്സുകളെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള സംശയങ്ങളും അതിനുള്ള ഉത്തരവുമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ IIT പ്രൊഫഷണൽ ക്യാമ്പസിൻ്റെ ഡയറക്ടർ ശ്രീ മനോജ് സാറാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കോമേഴ്സ് കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫ് സെറ്റിൽ ആകുമോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മെഡിസിൻ പഠിക്കുന്നു, അത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ കൊമേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രോഗികളുള്ളിടത്തോളം കാലം ഡോക്ടേഴ്സിന് നിലനിൽപ്പുണ്ട്, ടെക്നോളജി ഉള്ളിടത്തോളം കാലം എഞ്ചിനീയേഴ്സിനും നിലനിൽപ്പുണ്ട്. അതുപോലെ ബിസിനസ് ഉള്ളിടത്തോളം കാലം കൊമേഴ്സ് പ്രൊഫഷണൽസിനും നിലനിൽപ്പുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ കൊട്ടാരക്കര അല്ലെങ്കിൽ കൊല്ലം അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ ഡൽഹി, ഇന്ത്യ മുഴുവൻ മാത്രമല്ല ലോകത്തെവിടെയും ബിസിനസ് സിസ്റ്റം സെയിമാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി, ബിസിനസ്സിൻ്റെ ബ്രെയിനാണ് ഈ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സ്, കോസ്റ്റ് അക്കൗണ്ട്സ് എല്ലാം. ഓക്കെ, അപ്പോൾ ബിസിനസ് ഉള്ളിടത്തോളം കാലം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് പ്രൊഫഷണൽസിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ +2 റിസൾട്ട് വന്നുള്ളല്ലോ ഇന്നലെ, ഇവർക്ക് എങ്ങനെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം? ഏത് സമയത്ത് അല്ലെങ്കിൽ എങ്ങനെ? അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സിൽ ഇപ്പോൾ IIT എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിലേക്ക് എക്സാമിനേഷനോ റിസൾട്ടൊന്നും നോക്കാതെ തന്നെയാണ് അഡ്മിഷൻ നടക്കുക. ഇപ്പോൾ തന്നെ, അതായത് കഴിഞ്ഞ നമുക്ക് കുട്ടികളുടെ +2ൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് മാർച്ചിലായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഒരു ഫസ്റ്റ് ബാച്ചിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് സെക്കൻഡ് ബാച്ചിൻ്റെ അഡ്മിഷനും ക്ലോസ് ചെയ്തു. ഇപ്പോൾ തേർഡ് ബാച്ചിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ ഏപ്രിൽ തന്നെ തുടങ്ങി, എക്സാം കഴിഞ്ഞ് ഏപ്രിൽ തന്നെ തുടങ്ങി. സെക്കൻഡ് ബാച്ച് ഏപ്രിൽ മെയ് ഫസ്റ്റ് വീക്ക് തുടങ്ങി. ഇപ്പോൾ ജൂൺ 15-ാം തീയതി തേർഡ് ബാച്ച് ചെയ്യാൻ പോവാം. അപ്പോൾ +2 ആണ് ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ. +2 പാസ്സാണ് ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ. +2 പാസ്സാവുന്നൊരു കുട്ടിക്ക് ഇവിടെ ഒന്ന് അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ ICI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഉണ്ട്. 9,000 റുപ്പീസാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഫീ. അതിൻ്റെ +2 കഴിഞ്ഞ കുട്ടികൾക്കാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ നിന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എക്സാമിനേഷനൊക്കെ എഴുതുമ്പോൾ നാളെ അത് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ജനുവരിയിലാണ് അവരുടെ എക്സാമിനേഷൻ. ജനുവരിയിലേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് തുടങ്ങുക. ഒരു ക്ലാസ്സിൽ 100 കുട്ടികളാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്, നല്ല രീതിയിൽ അദ്ദേഹം എൻ്റെ അടുത്ത് ഫീസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ്റെ മോനെ CA പഠിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, സയൻസ് പഠിക്കുന്നതിനേക്കാൾ ടഫാണ് ഈ കോമേഴ്സിൻ്റെ കോഴ്സുകൾ പഠിക്കുന്നതാണ്. ശരിക്കും അങ്ങനെ ടഫാണോ? അതൊരു തെറ്റായ ധാരണയാണ്. ഇത് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ഈസിയാണോ എന്ന ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ഇതിനകത്തൊരു ടാലൻ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് കോഴ്സാണ് ഈസി ആയിട്ടുള്ളത്? അപ്പോൾ നമുക്കിപ്പോൾ ഒരു കണക്കിന് പറയാം, ഇപ്പം നമ്മൾ നീറ്റിൻ്റെ എക്സാമിനേഷൻ എഴുതുന്നു, ഒരു 1.5 മുതൽ 2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്ന് തന്നെ എക്സാമിനേഷൻ എഴുതുന്നുണ്ട്. അതിനകത്തൊരു 700 പേർക്കോ 800 പേർക്കോ ആണ് ഗവൺമെൻറ് കോളേജ് മെറിറ്റ് സീറ്റ് കിട്ടുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതൊരു 1% പോലും അത് വരുന്നില്ല. CA ഫൗണ്ടേഷൻ്റെയൊക്കെ, CAയുടെയും ഇതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ്റെ ആയാലും ഇൻ്റർമീഡിയറ്റിൻ്റെ ആയാലും ഫൈനലിൻ്റെ ആയാലും പാസ് പെർസെൻറ്റേജ് 20ക്ക് എബോവാണ്. അപ്പോൾ നീറ്റ് 1% പോലും ആൾക്കാർക്ക് പ്രയോജനം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും നീറ്റിന് പോകാതിരിക്കുന്നുണ്ടോ? അപ്പോൾ അതിനേക്കാൾ എത്രയോ പാസ് പെർസെൻറ്റേജ് കൂടിയ കോഴ്സാണ് ഈ കോഴ്സുകളൊക്കെ. അപ്പോൾ അതൊരു തെറ്റായ ധാരണയാണ്. ഇത് അറിവില്ലായ്മയാണ്. തീർച്ചയായിട്ടും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനെപ്പറ്റി കൂടുതൽ ആർക്കും അറിവില്ല. അതിപ്പോൾ നമ്മുടെ പേരൻസിനായാലും, ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു മെയിൻ ബാക്ക് സപ്പോർട്ടർ എന്ന് പറയുന്നത് പേരൻസാണ്. പേരൻസ് ഇതെന്താണെന്ന്
അറിയില്ല. അവർക്കിപ്പോൾ മെഡിസിൻ എഞ്ചിനീയറിംഗ് കോഴ്സുകളെ പറ്റി എല്ലാവർക്കും അറിയാം. പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്താണെന്നോ കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണെന്നോ CMA US എന്താണെന്നോ ഒന്നും ഈ പേരൻസിന് അറിയില്ല. അപ്പോൾ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പേരൻസിന് പറ്റുന്നില്ല. അതുപോലെ ടീച്ചേഴ്സ്, രണ്ടാമത് പേരൻസ് കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സാണ് അവരെ സപ്പോർട്ട് ചെയ്യുക. ടീച്ചേഴ്സിനും വെരി അൺഫോർച്ചുനേറ്റ്ലി അവർക്കും അത് നന്നായി ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. CA പഠിക്കാൻ +2 കഴിഞ്ഞൊരു കുട്ടി പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ പല ടീച്ചേഴ്സും പറയുന്നത് ഇപ്പോഴേ പോകണ്ട, BCom കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാണ്. ഇപ്പോൾ സയൻസ് പഠിക്കുന്നൊരു കുട്ടിയെടുത്ത് അല്ലെങ്കിൽ മെഡിസിന് പോകണമെന്ന് പറഞ്ഞൊരു കുട്ടിയെടുത്ത് ഏതെങ്കിലും ഒരു ടീച്ചർ പറയുക BSc കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന്. അപ്പോൾ അത് അറിവില്ലായ്മയാണ്, ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലായ്മ തന്നെയാണ്. അങ്ങനൊരു ധാരണ അത് തെറ്റാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ജോലിക്ക് കിട്ടാൻ കുറവാണ്. അതെ, കിട്ടുന്നവർക്ക് കൊടുക്കുന്ന സാലറി. അതെയാണ്. കാരണം എത്ര ഓപ്പർച്യൂണിറ്റി, ഭീകരമായ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പോർഷൻ മേഖലയാണ് ഈ കൊമേഴ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഓരോ വർഷം കഴിയുന്തോറും അത് ഓപ്പർച്യൂണിറ്റി കൂടി വരികയാണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കൂ, ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് തന്നെ, ഈ ചാർട്ടേഡ് അക്കൗണ്ട്സിയുടെ ഇന്റർമീഡിയറ്റ് കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നൊരു കുട്ടി പോലും ഒരു 1 lakhൽ താഴെ ഏൺ ചെയ്യുന്നില്ല. ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ അവൻ 6 മാസം ഫൗണ്ടേഷനും 1 വർഷം ഇന്റർമീഡിയറ്റും, അത് കഴിഞ്ഞിട്ട് പാസ്സായി കഴിഞ്ഞാൽ 2 വർഷം ആർട്ടിക്കിൾഷിപ്പ് ഒരു പ്രാക്ടീസോടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഫൈനൽ കിട്ടാത്തൊരു കുട്ടിക്ക് പോലും ഒരു 1 lakhൽ താഴെ റെമ്യൂണറേഷൻ ഇല്ല. അപ്പോൾ 3-4 വർഷം കൊണ്ട് സെറ്റ്. തീർച്ചയായിട്ടും. അപ്പം എൻ്റെ ഒരു സംശയം കഴിഞ്ഞാൽ ഈ +2 കോമേഴ്സ് കഴിഞ്ഞിരിക്കുന്നവർക്ക് അവർക്ക് മാത്രമാണോ ഈ ഒരു കോഴ്സിൽ ചേരാൻ പറ്റുന്നത്? ഇതൊരു നല്ല ചോദ്യമാണ്. അപ്പോൾ സാധാരണ സയൻസ് പഠിച്ച കുട്ടികൾക്കാണ് എഞ്ചിനീയറിംഗ് മെഡിസിൻ കോഴ്സുകൾ ചെയ്യാൻ പറ്റുക. കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് സാധാരണ നിലയ്ക്ക് മെഡിസിനോ എഞ്ചിനീയറിങ്ങോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൊമേഴ്സ് സ്റ്റുഡൻസിൻ്റെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. പക്ഷേ ഏറ്റവും കൂടുതൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉള്ളത് സയൻസുകാരാണ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് 100 പേരുള്ള ഒരു ബാച്ചിലേക്ക് ചെന്നാൽ 60 പേരിൽ കൂടുതലും സയൻസുകാരാണ്. റിസൾട്ട് നോക്കുമ്പോഴും സയൻസുകാരാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ സയൻസ് എന്നോ കൊമേഴ്സ് എന്നോ ഹ്യൂമാനിറ്റീസ് എന്നോ ഒന്നും യാതൊരു വ്യത്യാസവും ഈ കോഴ്സിനില്ല. അപ്പോൾ കാരണം നമ്മൾ പ്രത്യേകിച്ച് IIT-യിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കുട്ടിയും അക്കൗണ്ടൻസിയോ കൊമേഴ്സോ പഠിച്ചതായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യാതെയാണ് ക്ലാസ് എടുക്കുക. പല പേരൻസും ചോദിക്കും സയൻസ് സ്റ്റുഡൻസിന് എന്തെങ്കിലും പ്രത്യേക കോച്ചിങ് കൊടുക്കുമോ. അപ്പോൾ നമ്മുടെ അതിൻ്റെ മറുപടി എന്താ വെച്ചാൽ ഇവിടെ ഒരു കുട്ടിയും കൊമേഴ്സ് പഠിച്ചതായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. എല്ലാവരും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇതുവരെ ഇല്ലാത്ത കുട്ടി എന്ന നിലയ്ക്കാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം 2 വർഷം അക്കൗണ്ടൻസി പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് അതൊരു പഠിച്ച തിയറി ബേസ്ഡ് ആണ്. ഇത് ഫുൾ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ രണ്ട് ട്രാക്കാണ്. അപ്പോൾ അവരത് പഠിച്ചായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ ലെവലാണ് എല്ലാവരും ക്ലാസ് എടുക്കുക. അപ്പോൾ അതാണ് കുട്ടികളെ ഏറ്റവും റിസൾട്ടിന്റെ റീസൺ അതാണ്. അപ്പോൾ ഈ ഒരു ജോലി സാധ്യത ഇപ്പം എനിക്കറിയാവുന്നത് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കാൻ ചെല്ലുമ്പോൾ നമ്മളൊരു CA-കാരനെ കാണാമെന്ന് പറയും. ഇതല്ലാണ്ട് കുറേ സാധ്യതകളുണ്ടെന്ന് എനിക്കറിയാം, കുറച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ഉള്ളത്? ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഓപ്പർച്യൂണിറ്റി പറയുകയാണെങ്കിൽ 2 തരം ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. ഒന്ന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള കോഴ്സ് ചെയ്യുന്ന പോലെ ഇത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാം. അവിടുത്തെ ഏറ്റവും വലിയ ഓഡിറ്റർ എന്നുള്ള കോഴ്സ് ഡെസിഗ്നേഷനാണ് വരിക. അവിടുത്തെ ഏറ്റവും വലിയ ടീം ലീഡറാണ്. ഏറ്റവും വലിയൊരു പ്രൊഫഷണൽ വൈറ്റ് കോളർ ജോബാണ്. ഏറ്റവും വലിയ റെമ്യൂണറേഷനാണ്. അപ്പോൾ ഒന്നാമത്തെ അത്. രണ്ടാമതെന്ന് പറഞ്ഞ് പ്രാക്ടീസാണ്. എത്ര ബിസിനസ്സിൻ്റെയും കൺസൾട്ടൻ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ IIT തന്നെ. ഇപ്പോൾ IIT നമ്മളിപ്പോൾ ഈ ബിസിനസ്സിൽ ഈ ഓഫീസിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി എന്ത് കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും നമ്മൾ ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട് എടുത്താണ്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഈ സ്ഥാപനത്തിനെ പറ്റി എല്ലാ അറിയാവുന്നത് എൻ്റെ ഓഡിറ്റർക്കാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ബിസിനസ്സുകാർക്ക് ലാഭം ഉണ്ടാക്കുക, ബിസിനസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളല്ലാതെ അതിൻ്റെ ടാക്സും ഓഡിറ്റുമായിട്ട് അക്കൗണ്ട്സുമായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല, ഉണ്ടാവില്ല. അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് എത്ര ഫയൽ വേണമെങ്കിലും എത്ര നമ്പർ വേണമെങ്കിലും അവർക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര നമ്പർ ആഡ് ചെയ്യുന്നു അതിൻ്റെ റെമ്യൂണറേഷൻ അതിനനുസരിച്ച് കൂടെ. അപ്പോൾ 2 തരം ഓപ്പർച്യൂണിറ്റിയാണ് ചാർട്ടേഡ് അക്കൗണ്ട്സിനുള്ളത്. അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് CA ആയാലും CMA ആയാലും അവർക്ക് സെൻട്രൽ ഗവൺമെൻറ് മേഖലയിലായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് സെക്ടറിലായാലും ഭീകരമായ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബിസിനസ് ഉള്ളിടത്തോളം കാലം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് യാതൊരു കുറവും ഇല്ലാത്തൊരു പ്രൊഫഷണൽ കോഴ്സാണ് ഈ കൊമേഴ്സ് എഡ്യൂക്കേഷൻ. തീർച്ചയായിട്ടും ബിസിനസ് ഉണ്ടല്ലോ. അതെ. ഇനി അടുത്ത ചോദ്യം പറഞ്ഞാൽ ഇപ്പോൾ AI യുഗമാണല്ലോ, നമുക്ക് എന്ത് സംശയം വന്നതിനാലും AI കൊണ്ട് നമുക്ക് പരിഹരിക്കാം, അതുപോലെ തന്നെ അതിനെ കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ കോഴ്സുകളൊക്കെ പഠിച്ചവരുടെ ഇതിലേക്ക് അത് ബുദ്ധിമുട്ടാവോ AI?
ഇതൊക്കെ നേരത്തെ ഈ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേറ്റർ വന്നപ്പോൾ പറഞ്ഞു അക്കൗണ്ടൻറ്റ് അന്ന് കണക്കപ്പിള്ളമാരാണ്. ഇപ്പോൾ കണക്കപ്പിള്ളമാർ എഴുതി കൂട്ടിക്കൊണ്ടിരുന്ന കണക്കപ്പിള്ളമാരുടെയൊക്കെ ജോലി കുറയും കാൽക്കുലേറ്റർ വരുമ്പോൾ എന്നൊരു സംശയം അന്നുണ്ടായിരുന്നു. പക്ഷേ ആരുടെയും ജോലി പോയതായിട്ട് കണ്ടില്ല. രണ്ടാമത് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ കമ്പ്യൂട്ടർ വന്നപ്പോഴും ആൾക്കാരുടെ എണ്ണത്തിന് കുറവൊന്നും വന്നിട്ടില്ല. ഇതേപോലെയാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനകത്ത് വന്നാലും ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ നമുക്ക് കണക്കപ്പിള്ളവരെല്ലാം കമ്പ്യൂട്ടറോടെ പഠിച്ച് ചെയ്തു എന്ന പോലെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ അതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ആവും. ഇനിയിപ്പോൾ ICAI സിലബസൊക്കെ പുനഃക്രമീകരിക്കും, അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ AI കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ മാനുവൽ എഫേർട്ട് ഇല്ലാതെ അക്കൗണ്ടിങ് സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം എന്തായാലും ആർട്ടിഫിഷ്യൽ നമ്മൾ കാലം മാറുന്നതനുസരിച്ച് ഓരോന്ന് അപ്ഡേറ്റഡ് ആവുമല്ലോ. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ പക്ഷേ എന്നാലും ഇതിൻ്റെ പ്രൊഫഷണൽസിൻ്റെ എണ്ണത്തിന് ഒരു കുറവുകളോ അല്ലെങ്കിൽ അവരുടെ ഓപ്പർച്യൂണിറ്റിക്ക് ഒരു കുറവുകളോ ഉണ്ടാവുമെന്ന് തോന്നുന്നേ ഇല്ല. അങ്ങനെ ഇല്ല. നമ്മള് IIT വീഡിയോ ഒരു 4 വർഷം മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ അന്നൊരു കമന്റ് ആണ്, IIT ജയിലാണ്, ഭയങ്കര പാടാണ് അവിടെ ഹോസ്റ്റല് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് കമന്റ് ഇട്ട്. എനിക്കെന്താ സംഭവം മനസ്സിലായില്ല. എന്താ അങ്ങനെ പറയാനുള്ള എന്തെങ്കിലും വല്ല വിഷയം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഞങ്ങളിത് 21ാമത്തെ വർഷമാണ്. പ്രൈവറ്റ് മേഖലയിൽ ആദ്യമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ടൻസി കോഴ്സ് കൊണ്ടുവന്ന ആളാണ് IIT. അപ്പോൾ മറ്റുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സ്വന്തമായിട്ട് ഹോസ്റ്റലുകളില്ല. ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഫുൾ ഫ്രീഡം അവിടെ കൊടുക്കുന്നുണ്ട്. 24 hours അവർക്ക് മൊബൈൽ കയ്യിൽ വെക്കാം, ഏത് സമയത്തും അവർക്ക് പുറത്തു പോകാം. അപ്പം ഇവിടെ നമുക്ക് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റൂൾസ് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ മാത്രമേ നമ്മൾ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പേരൻസിനും സ്റ്റുഡൻറ്റിനും നന്നായി പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്മിഷൻ എടുക്കാറുള്ളൂ. അപ്പോൾ പല കുട്ടികൾക്കും ചിലപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാറില്ല. അങ്ങനത്തെ റൂൾസ് ഉണ്ടോ? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു 1 hour കൂടുതൽ മൊബൈൽ ഫോൺ അവർക്ക് കൊടുക്കാറില്ല. ഇല്ല. പേരൻസിൻ്റെ കൂടെ അല്ലാതെ പുറത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുറത്തേക്ക് നമ്മൾ കുട്ടികളെ വിടാറില്ല. ഓക്കെ, ഹോസ്റ്റൽ ക്യാമ്പസിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ക്യാമ്പസിനുള്ളിൽ അവർക്ക് പ്ലേ ഗ്രൗണ്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ കോളേജിൽ ക്യാമ്പസിന് പുറത്തേക്ക് അവർക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. ഇനി ഏത് ആവശ്യത്തിന് പോകണമെങ്കിലും വാർഡൻ്റെ കൂടെ അല്ലാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. എല്ലാ കാര്യത്തിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ വൈകിട്ട് 6 മുതൽ 12 വരെ സ്റ്റഡി ടൈമാണ്. ആ സമയത്ത് പേരൻസിനെ പോലും വിസിറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ നിബന്ധന അതുപോലെ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഉള്ള നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാ ടീച്ചേഴ്സും എല്ലാ ചാർട്ടേഡ് അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ട്സും പോലും ഫുഡ് കഴിക്കുന്നത് ഈ കുട്ടികൾ കഴിക്കുന്ന അതേ ഫുഡ് തന്നെയാണ്. ഇവരാരും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് കഴിക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പം ഇങ്ങനെ അത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ആ ഒരു റെസ്ട്രിക്ഷൻ, എല്ലാ റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്റ്റാഫും ടീച്ചേഴ്സും കുട്ടികളും മാത്രമേ IIT ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്കൊരു കുട്ടി IIT ഒരു കുട്ടി അഡ്മിറ്റ് ചെയ്യാൻ ചിലപ്പോൾ സ്റ്റുഡൻസിനേക്കാൾ ഇഷ്ടം പേരൻസിനാണ്. അപ്പോൾ എൻ്റെ മകൻ്റെ അടുത്ത് തന്നെ ഫോൺ വേണോ ബുക്ക് വേണോ എന്ന് ചോദിച്ചാൽ അവൻ ഫോൺ വേണമെന്നേ പറയുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും അത് തന്നെയാണ്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പേരൻസ് മനസ്സിലാക്കി അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആയിരിക്കുമല്ലോ. അപ്പോൾ പേരൻസിന് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു പ്രോമിസ് എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റിയാണ്, കുട്ടിയുടെ സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാ കുട്ടികളുടെയും ബാഗേജ് പോലും നമ്മളെല്ലാം എവറി വീക്ക് ചെക്ക് ചെയ്യും. ഒരു തരത്തിലുള്ള ഡ്രഗ്സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റൂളിനെ നെഗറ്റീവ് ബാധിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളിവിടെ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളുടെ പേരൻസിനെ വിളിച്ചിട്ട് ഇത് നമുക്ക് പറ്റില്ല എന്ന് പറയും. ഓക്കെ, അപ്പം ഇതിനകത്തൊരു 98% കുട്ടികൾ ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ 1-2% കുട്ടികൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും നെഗറ്റീവ് കമൻറ്റ്സ് അതെന്തായാലും ജയിലാണെന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടു ഒരു നെഗറ്റീവ്. ഓക്കെ, അതെ, അപ്പോൾ അവർക്ക് മൊബൈൽ കൊടുക്കുന്നില്ല, പുറത്തേക്ക് വിടുന്നില്ല. പക്ഷേ നമ്മുടെ റൂള് അതാ. അപ്പം നമ്മൾ ഇപ്പം തന്നെ ചിലപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ചില കുട്ടികൾ പുറത്തേക്ക് പോകാറുണ്ട്. പക്ഷേ അവർക്കൊന്നും പുറത്ത് പോയിട്ട് ആ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫോളോ ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അവർ 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പം നമ്മളുടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കോളേജിനകത്ത് അവർക്ക് നല്ല ഫ്രീഡം ഉണ്ട്, പക്ഷേ എപ്പോഴും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കോളേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് എന്താണെന്ന് നമുക്കിപ്പോൾ TV നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്കിപ്പോൾ എവിടെ ഹോർഡിങ്സ് ആയാലും എവിടെ ആയാലും നമുക്ക് കോളേജിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോളേജിൻ്റെ പരസ്യങ്ങളെ കാണാനുള്ളൂ.
പക്ഷെ അവരാരും റിസൾട്ട് വലുതായിട്ട് പബ്ലിഷ് ചെയ്ത് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റെസ്ട്രിക്ഷനും നമ്മൾക്ക് വെക്കുന്ന ഈ റെസ്ട്രിക്ഷൻ്റെ കൂടുതൽ കെയറും അവർക്ക് സ്നേഹവും ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, പഠിക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ല ടീച്ചേഴ്സിനെ കൊണ്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ കമന്റിനകത്ത് ഞാൻ കണ്ടു നല്ല ക്ലാസ്സാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലതാണ്. ഈ ഹോസ്റ്റലിൻ്റെ പ്രത്യേക പ്രശ്നം പുറത്ത് വിടുന്നില്ല, അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കുന്നില്ല, ഇതൊക്കെയാണ് അവരുടെ കംപ്ലൈൻറ്റ്. അത് ആ ഏജിൻ്റെ ഇതാണ്. പക്ഷെ നാളെ ഇത് ഇത് ചിലപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ, സക്സസ് ആക്കിയ ഒരാൾ ഒരിക്കലും ഈ കംപ്ലൈൻറ്റ് പറയില്ല. നമ്മളെപ്പോഴും നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്ന എപ്പോഴാണ്? അത് ഫെയിലർ ആകുമ്പോഴാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഴ്സിനെ പറ്റി ചെന്ന് ചോദിച്ചാൽ, ഇപ്പം എനിക്ക് ഫുൾ മാർക്കുണ്ട്, അപ്പോൾ ഞാൻ എന്ത് പറയും? ആ കോഴ്സ് നല്ലതാണെന്ന് പറയും, നല്ല ടീച്ചേഴ്സായിരുന്നു എല്ലാം പറയും. ഇപ്പം ഞാൻ ഒരു കോഴ്സ് തോറ്റുപോയി, ഞാൻ മോശമായതുകൊണ്ടാണെന്ന് പറയുമോ? ഇല്ല. അപ്പം 100 എല്ലാവരെയും കുറ്റങ്ങൾ നമ്മൾ പറയും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റിനോട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുക. പാരന്റ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ പിള്ളേർ ഇങ്ങനെ വളരും. അതെ, നമ്മുടെ ഏറ്റവും നല്ല സപ്പോർട്ടേഴ്സ് പേരൻസ് ആണ്. കാരണം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എന്ത് കാര്യവും. ഇനി കുട്ടികളിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് കുട്ടികൾ അറിയേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പറയും, കുട്ടികളോട് നിങ്ങളിപ്പോൾ ഇത് ഷെയർ ചെയ്യേണ്ട. എല്ലാ കാര്യങ്ങളും നമ്മൾ പേരൻസിനോട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ ഒരു സംശയം കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാലും ഈ TV ചാനൽ തുറന്നാലും ഫുള്ള് CMA കോഴ്സുകളുടെയൊക്കെ പരസ്യങ്ങളാണ്. ധാരാളം സ്ഥാപനങ്ങളുണ്ട്, 24 hours കോൾ വിളിച്ച് ശല്യപ്പെടുത്തുന്ന സ്ഥാപനങ്ങൾ വരെ ഉണ്ട്. എന്തുകൊണ്ട് IIT എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഒരു പാരൻറ്റും അയാളുടെ കുട്ടിയും ഈ പഠനത്തിനായിട്ട് സെലക്ട് ചെയ്യണം? ഇതിൻ്റെ ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് ഈ കോളേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം എന്തുകൊണ്ട് IIT എന്നുള്ളത്. കാരണം കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് അവിടെ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കുട്ടികൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അവർക്ക് വളരെ സേഫ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ക്യാമ്പസിനകത്ത് തന്നെയാണ് ഹോസ്റ്റൽ. ഓക്കെ, അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പുറത്തുനിന്നുണ്ടാവാനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അകത്തോ പുറത്തോ ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. പിന്നെ പഠിക്കാൻ ഏറ്റവും നല്ല എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, പിന്നെ എല്ലാ വീക്ക്ലി മന്ത്ലി ടെസ്റ്റ് അവരെ നന്നായിട്ട് കെയർ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു അക്കാഡമിക് ടീമിൻ്റെ സേവനം ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ 2005 തുടങ്ങിയതാണ്. 21 വർഷമായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് അറിയാമല്ലോ, TV നിങ്ങളിപ്പോൾ തന്നെ പറഞ്ഞു, TV തുറന്നാൽ ഈ കോഴ്സ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പരസ്യങ്ങളെ കാണാറുള്ളൂ. നമ്മുടെ പരസ്യം നിങ്ങൾക്ക് എങ്ങും കാണാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ക്ലാസ് റൂംസ് എല്ലാം ഫുള്ളാണ്. നമുക്ക് കുട്ടികളുടെ യാതൊരു കുറവും ഇല്ല. എൻ്റെ ഏറ്റവും വലിയ പബ്ലിസിറ്റി കുട്ടികൾ തന്നെയാണ്. ഇവിടെ പാസ്സായി പോകുന്ന കുട്ടികളും പേരൻസുമാണ് അടുത്ത ബാച്ചിലേക്ക് ഞങ്ങൾക്ക് കുട്ടികളെ ഫില്ല് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയണോ എന്തുകൊണ്ടാണ് IIT പ്രിഫർ ചെയ്യേണ്ടതെന്ന്? പറയേണ്ട ആവശ്യമില്ലല്ലോ, ഉത്തരം ഇതിനകത്തായിട്ടുണ്ടാവും. ഈ കാണുന്നതാണ് IIT. CA, CMA, ACCA, CMA US തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകൾക്കായിട്ട് തുടങ്ങിയ കേരളത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ ക്യാമ്പസ്. ഇപ്പോൾ ഇവിടെ 21 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനകം CA, CMA കോഴ്സുകൾ പാസ്സായ 10,000-ൽ പരം പ്രഗത്ഭരെ സൃഷ്ടിക്കാൻ ഇവിടെ IITക്ക് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കുട്ടിയുടെ കരിയറും സേഫ്റ്റിയുമാണ് പ്രധാനമെങ്കിൽ തികച്ചും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരിടം. അപ്പോൾ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ ഇവിടെ കാണുന്ന ഫോൺ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി.